എല്ലാവർക്കും സലു കിച്ചണിലേക്ക് സ്വാഗതം. ഇപ്പം കുറച്ച് താമസിച്ചാണല്ലോ നേരമൊക്കെ വെളുക്കുന്നത്. അപ്പം ഞാനാണെങ്കിൽ അരി വെള്ളത്തിലിടെ അരച്ച് വയ്ക്കുക ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈസി ആയിട്ട് ഒരു ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കാൻ വേണ്ടി ഞാൻ നോക്കുമ്പോൾ ചോറും ഫ്രിഡ്ജിലിരിപ്പില്ലായിരുന്നു കേട്ടോ. അങ്ങനെ ഇപ്പം ഞാൻ അവല് ഒരു കപ്പോളം അവല് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് കുതിരാനായിട്ട് വെച്ചതാണ് കേട്ടോ. പെട്ടെന്ന് റെഡിയാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ എടുത്തത് കേട്ടോ. എന്നിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഞാൻ കുറച്ച് ഇളം ചൂടുവെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത്. പച്ചവെള്ളമല്ല, അതിൽ നിന്ന് കുറച്ച് ചൂടുണ്ട്. ഇതിലേക്ക് നമുക്ക് പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂണോളം പഞ്ചസാരയും 1 കപ്പ് വറുത്ത പച്ചരിപ്പൊടിയാണ് കേട്ടോ. ഇപ്പം അരയുടെ കപ്പാണ് ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ 1 കപ്പാണ് ചേർത്തത്. പിന്നെ നമ്മൾ ഈ കുതിർത്ത് വെച്ചിരിക്കുന്ന അവലും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ശരിക്കും പറഞ്ഞാൽ ഒരു ചോറിൻ്റെ എഫക്റ്റ് നമുക്ക് കിട്ടും ഈ അവല് കുതിർത്തിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കുകയാണെങ്കിൽ കേട്ടോ. അപ്പോൾ ഇനിയിപ്പം ഇതിലേക്ക് നമുക്ക് തേങ്ങ വേണം. ഇപ്പം ചിലർ തേങ്ങ ഇടാതെയൊക്കെ അപ്പം ഉണ്ടാക്കും. ഇത് ഇൻസ്റ്റൻറ്റ് അപ്പമാണ് കേട്ടോ, ഞാൻ പറഞ്ഞില്ലല്ലോ. അപ്പം എനിക്ക് അത്യാവശ്യം തേങ്ങ ഇട്ടിട്ടുണ്ടാക്കുന്ന അപ്പം തന്നെയാണ് ഇഷ്ടം കേട്ടോ. നിങ്ങൾക്കൊക്കെ എങ്ങനെയാണ്? തേങ്ങ ഇടുന്നതാണോ ഇഷ്ടം, അല്ലാത്തതാണോ? തേങ്ങ ഇടുമ്പോഴേ അപ്പത്തിന് കറക്റ്റ് രുചി ഉണ്ടാവത്തുള്ളൂ. അങ്ങനെ ഇത് അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പം ആ സമയം കൊണ്ട് ഞാൻ വിചാരിച്ചു ശരി എന്നാൽ കറി റെഡിയാക്കി എടുക്കാം. അങ്ങനെ ഇനിയിപ്പം സവളയൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കുകയാണ് കേട്ടോ. ചില സമയങ്ങളിൽ ഇങ്ങനെയാണ്, ഞാൻ പ്രോസസ്സറൊന്നും എടുക്കാതെ കൈകൊണ്ട് തന്നെ ഒന്ന് അരിഞ്ഞ് പെട്ടെന്ന് ജോലി തീർക്കാനായിട്ട് നോക്കും കേട്ടോ. മക്കളൊക്കെ പോയി കഴിഞ്ഞപ്പോഴേക്ക് പിന്നെ നമുക്ക് മനസ്സിനൊരു സുഖം ഉണ്ടാവത്തില്ലല്ലോ. അവർ കുറച്ച് ദിവസം നിന്നിട്ടൊക്കെ പിന്നെ പോകുമ്പോഴേക്ക്. അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം വീഡിയോ ഒന്നും പോസ്റ്റ് ചെയ്യാതിരുന്നത്. ആകെ ഒരു വിഷമവും കാര്യമൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പം ഞാൻ ഈ സവാളയൊക്കെ മീഡിയം സൈസ് ആണെങ്കിൽ 3 എടുത്താൽ മതി, ചെറുതാണെങ്കിൽ 4 എടുത്തോളൂ. എന്നിട്ട് അരിഞ്ഞെടുത്തു. പിന്നെ തക്കാളി 1. ഞാൻ തക്കാളി ഒരുപാടൊന്നും ഉപയോഗിക്കത്തില്ല, ഞാൻ എൻ്റെ എല്ലാ വീഡിയോയിലും പറയുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് ഏലക്കയൊന്ന് ചതച്ചെടുക്കാം. എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഈ ഒരു രീതിയിലാണ് ചെയ്തെടുക്കുന്നത് കേട്ടോ. പല രീതിയിൽ നമ്മളിത് ഉണ്ടാക്കിയെടുക്കും. പിന്നെ നമുക്കിതിലേക്ക് പച്ചമുളക് ഇതുപോലെ ഒന്ന് ചതച്ചിട്ട് എടുക്കുന്നത് തന്നെയാണ് നല്ലത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് ശരിക്കും പറഞ്ഞാൽ വ്യത്യാസമാണ്. നമ്മൾ അരിഞ്ഞിട്ട് ചേർക്കുന്നതിൽ നിന്നും കുറച്ച് നല്ല രുചിയായിട്ട് കിട്ടും നമ്മളിതുപോലെ ചതച്ചിട്ട് എടുക്കുമ്പോഴേക്കെ. പിന്നെ ഇതുപോലെ കുറച്ചധികം കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കും. അപ്പം നമുക്ക് പ്രഷർ കുക്കർ അടുപ്പത്തേക്ക് വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയിലാണ് നമ്മൾ ഇത് ഉണ്ടാക്കുന്നത് കേട്ടോ. എന്നിട്ട് നമുക്ക് പെരിഞ്ജീരകം ഇല്ലേ, വലിയ ജീരകം കുറച്ചൊന്ന് പൊട്ടിച്ച ശേഷം ഉലുവായിട്ട് പൊട്ടിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഒരു 5-6 പട്ട, 2-3 ഏലക്ക, 3-4 ഗ്രാമ്പൂവും ഇട്ട ശേഷം നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ ഒന്നുമില്ലാന്നേ, നമ്മൾ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ചേർത്തിട്ട് വഴറ്റി കൊടുക്കാം കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നിങ്ങളെപ്പോലെ തന്നെയാണ് നമ്മളും. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിച്ചണിലേക്ക് വന്നിട്ട് രാവിലെ എന്തുണ്ടാക്കും എന്നുള്ളത് ഭയങ്കര ഒരു കൺഫ്യൂഷനാണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മളിപ്പം അരിയൊക്കെ വെള്ളത്തിലിട്ട് അല്ലെങ്കിൽ ഇപ്പം കടലയൊക്കെ ആണെങ്കിൽ കുതിർത്തൊക്കെ വെച്ചിരിക്കുകയാണെങ്കിൽ നമുക്ക് പിന്നെ ഈസിയാണ് ജോലി ചെയ്തെടുക്കാനായിട്ട്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഈ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതും കൂടി ചേർത്തിട്ട് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. അല്ലാതെങ്കിൽ ഈ പറഞ്ഞ മാതിരി നമ്മൾ പെട്ടെന്ന് ജോലി ചെയ്ത് മാറാൻ പറ്റും. ഇപ്പോൾ ഷൂട്ടൊക്കെ ഉള്ള ആ ഒരു രീതിയാണെങ്കിൽ നമുക്ക് ജോലിക്കും അതിൻ്റേതായ താമസം വരും. കാരണം ക്യാമറ സെറ്റ് ചെയ്യാനും അതിൻ്റേതായ രീതിയിൽ എടുക്കാനും ഒക്കെ വരുമ്പോഴേക്ക് ജോലിയും അതിനനുസരിച്ച് കുറച്ച് ഡിലേ ആവും. ഇതിലേക്ക് നമുക്ക് മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി, കാശ്മീരി ചില്ലി പൗഡറാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഈ മസാലപ്പൊടികളൊക്കെ നമ്മളുടെ വീട്ടിലുള്ളവരുടെ ആവശ്യത്തിനനുസരിച്ച് ഇതിലൊക്കെ മാറ്റങ്ങൾ വരുത്താമേ. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഞാനിതൊന്ന് പേസ്റ്റ് ആക്കി ഒന്ന് കലക്കിയിട്ടാണ് നമ്മളിതിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് ഇളക്കിയെടുക്കുന്നത്. അങ്ങനെ എടുക്കുമ്പോഴേക്കും കറിക്ക് നല്ല ഒരു കൊഴുപ്പും ടേസ്റ്റും കൂടുതലായിട്ട് നമുക്ക് കിട്ടും കേട്ടോ. അപ്പം ഓരോ രീതിയും, ഇപ്പോൾ കറികളൊക്കെ എല്ലാവരും ഒരുപോലെയൊക്കെ തന്നെയാണ് ഉണ്ടാക്കുന്നതെങ്കിലും ഓരോ രീതിയിൽ ഉണ്ടാക്കുമ്പോൾ അതിൻ്റേതായ വ്യത്യാസങ്ങളും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് കലക്കിയെടുക്കണം. അപ്പോൾ ഇവിടെ ഞാൻ ഇതുപോലെ ഒന്ന് കലക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോഴാണ് ഞാൻ ഓർത്തത് ഇതിൻ്റെ അകത്ത് ഉപ്പിട്ടിട്ടില്ല എന്നുള്ള പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതിനിപ്പോൾ കുക്കറിലേക്ക് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ വലിയ പണികളൊന്നും ഇല്ലല്ലോ.
എന്നിട്ട് ഇതാ ഇതുപോലെ ഒന്ന് സവാളയൊക്കെ ഒന്ന് വഴണ്ട് വന്ന ശേഷം നമുക്ക് ഈ മസാല ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. നല്ല മണം വരുന്നുണ്ട്. ഈ മസാല നമുക്ക് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. പൊടികൾ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് അത് കരിഞ്ഞു പോകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പം നിങ്ങൾ ഇങ്ങനെ ഈ രീതിയിൽ ഉണ്ടാക്കാത്തവരാണെങ്കിൽ നിങ്ങൾ ഈ രീതിയിൽ ഉണ്ടാക്കി നോക്കൂ. പിന്നെ നിങ്ങൾ ഇങ്ങനെയേ ഉണ്ടാക്കത്തുള്ളൂ കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ആ ഒരു പച്ച മണം മാറുന്നവരെ, അതായത് ഒരു പച്ച ചുവയുണ്ട് മാറുന്നവരെ നമുക്ക് ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കണേ. ഞാനിതുപോലെയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് പലപ്പോഴും ചിന്തിക്കാറുണ്ട് കേട്ടോ, മക്കളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന ആ ഒരു ടൈമിലാണെങ്കിൽ എത്ര ധൃതിയോടെയാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതെന്ന്. എന്നിട്ട് ഇതാ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മട്ടൺ പീസസ് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ട് എല്ലാം ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കണം കേട്ടോ. മട്ടൺ വാങ്ങുമ്പോൾ ആ ഒരു കുഴൽ ഇഷ്ടമുള്ള എത്ര പേരുണ്ട്? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മട്ടൻ്റെ ആ ഒരു കുഴൽ, നല്ലി എന്ന് പറയില്ലേ അതിനെ. എന്നിട്ട് നമുക്ക് ഇത് ചേർത്ത് നമുക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പം പിള്ളേരൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് രാവിലെ അവർക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം, പിന്നെ അവർക്ക് ലഞ്ചിന് കൊടുത്തു വിടാനുള്ളത് ഉണ്ടാക്കണം. ആ ഒരു ഹറിബറി ആയിരുന്നു എന്ന് തന്നെ പറയാം. പക്ഷേ ആ ഒരു കാലവും ആസ്വദിച്ച് ചെയ്തതുകൊണ്ട് തന്നെ ഇപ്പം അത് ഓർക്കാനും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഒരു തക്കാളി അരിഞ്ഞു വെച്ചത് ഇതിലേക്ക് ചേർത്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ. അപ്പം ഞാൻ എപ്പോഴും ഇതുപോലെ ഓരോ കാര്യങ്ങൾ വെക്കുമ്പോൾ എൻ്റെ പഴയ കാലം, അതായത് പിള്ളേരൊക്കെ ചെറുതായിരുന്ന ആ ഒരു കാലഘട്ടം എപ്പോഴും ഓർക്കും കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഞാൻ എപ്പോഴും ഇവിടെ പറയുന്നൊരു കാര്യമാണ്, നമുക്ക് തിരിച്ച് കിട്ടാത്ത ഒന്നാണ് നമ്മളുടെ ആരുടെ ആയാലും ബാല്യകാലം എന്ന് പറയുന്നത് അല്ലേ. ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്ക് ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കിയിട്ട് വേണം നമുക്കിത് അടച്ചു വയ്ക്കാനുള്ളത് കേട്ടോ. നമ്മളുടെ ഓരോ ഘട്ടങ്ങളിലും നമ്മൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഓർക്കുന്നതും നമ്മളുടെ ബാല്യകാലം തന്നെയാണ് അല്ലേ. ശരിക്കും പറഞ്ഞാൽ അത് ഭയങ്കര മിസ് ചെയ്യുന്നു എന്ന് തന്നെ പറയാം. വല്ലാതെ നമ്മൾ ആ ഏജ് അങ്ങോട്ട് കൂടുന്തോറും നമ്മൾ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യണതും നമ്മളുടെ കുട്ടിക്കാലം തന്നെയാണ്. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി നമുക്ക് ഇത് കുക്കർ മൂടി വെയിറ്റ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇത് കുറച്ച് ചെറിയ കുക്കറാണ്, പക്ഷെ ഇതിൽ കൊള്ളാനുള്ളതേ ഉള്ളൂ. അതുകൊണ്ട് പിന്നെ ഞാൻ ഈ കുക്കർ എടുത്തതേ ഉള്ളൂ. ഇങ്ങനെ ചെറിയ കുക്കറൊക്കെ എടുക്കുമ്പോൾ ഉള്ളൊരു ഗുണം എന്ന് വെച്ചാൽ ക്വാണ്ടിറ്റി കുറവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അപ്പം ഉപ്പ് കുറവായതുകൊണ്ട് ഞാൻ ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തു. അപ്പം ഞാൻ നേരത്തെ ചേർത്ത ഉപ്പ് പോരായിരുന്നു കേട്ടോ അതിന്. അപ്പം ഞാൻ ആദ്യമേ ഇതുപോലെ ഉപ്പൊക്കെ ചേർത്തിട്ടാണ് റെഡിയാക്കി എടുക്കുന്നത് കേട്ടോ. വെന്ത് വരുമ്പോൾ കറക്റ്റ് ആ ഒരു ഉപ്പും എരിവും ഒക്കെ കറക്റ്റ് തന്നെ ആയിരിക്കും. അപ്പോൾ ഇനിയിപ്പം നമുക്ക് കുക്കർ മൂടി വെയിറ്റ് ഇട്ട ശേഷം ഒരു 5 വിസിൽ വരെ ഞാൻ ഇതൊന്ന് വേവിച്ചെടുക്കും കേട്ടോ. അപ്പോഴേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന മാവ് എന്ത് പരുവമായെന്ന് നോക്കാം. മാവ് ഇവിടെ പൊങ്ങി വന്നിട്ടുണ്ട്. കണ്ട നല്ല ഫ്ലഫി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയിപ്പം നമുക്ക് അപ്പം ചുട്ടെടുക്കാമേ. ഈ ഒരു പരുവമായി. ഇപ്പം നമുക്ക് നല്ല ചൂടുള്ള കാലാവസ്ഥയൊക്കെ ആണെങ്കിൽ ഈസ്റ്റ് ഒഴിവാക്കിയിട്ടുണ്ടാക്കാം. അപ്പോൾ ഇനി അത് ആ ബൗളിലിരുന്ന് കഴിഞ്ഞാൽ നിറഞ്ഞു തുളുമ്പും. പിന്നെ എനിക്ക് ജോലി ഇരട്ടിയാവും. അതുകൊണ്ട് ഞാൻ ഒരു സ്റ്റീൽ കണ്ടെയ്നറിലേക്ക് മാറ്റിയിട്ടുണ്ടേ. അതിനിടയ്ക്ക് മട്ടൺ വിസിലൊക്കെ വന്നു. സ്റ്റീം പോയ ശേഷം ഞാനിതാ ഓപ്പൺ ചെയ്യണേ. അപ്പോൾ കറക്റ്റ് പരുവത്തിന് വെന്ത് വന്നിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ മനസ്സിലാവും. നല്ലതുപോലെ ഒന്ന് ഇളക്കിയിട്ട് ഇനിയിപ്പോൾ ഞാൻ ഗ്യാസ് ഓൺ ചെയ്ത് ഒരു തിളപ്പിക്കും കേട്ടോ. മൂടി വെക്കാതെ ഒന്ന് തിളപ്പിച്ചിട്ട് ഗ്യാസ് ഓഫ് ചെയ്ത് വെക്കുകയാണ് ചെയ്യണത് കേട്ടോ. നല്ലിയൊക്കെ കറക്റ്റിന് വെന്ത് വന്നിട്ടുണ്ടേ. അപ്പം ഞാൻ ഈ മട്ടൻ കറി ആയ ശേഷം മാത്രമാണ് അപ്പം ചൂടാനായിട്ട് പോണത്. കാരണം ചൂടോട് കൂടിയിട്ട് നമുക്ക് അപ്പവും മട്ടൻ കറിയും കഴിക്കാൻ നല്ല ടേസ്റ്റ് അല്ലേ. അല്ലെങ്കിൽ അപ്പം ചുട്ട് വെച്ച് കഴിഞ്ഞാൽ അത് വല്ലാതെ അങ്ങ് തണുത്തു പോവുകയും ചെയ്യും. അപ്പോൾ എനിക്ക് ഇങ്ങനെ ചൂടോടെ കഴിക്കുന്നതാണ് ഇഷ്ടം കേട്ടോ. ഞാൻ നമ്മുടെ ഇരുമ്പ് ചട്ടി അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. കുറേ നാളായി കേട്ടോ ഞാൻ എൻ്റെ ഈ ഒരു ഇരുമ്പ് ചട്ടി എടുത്തിട്ട് അപ്പം ചൂടാനായിട്ട്. അപ്പോൾ അതിലേക്ക് മാവ് കോരി ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കണം. ഇത് കൊച്ചു ഇരുമ്പ് ചട്ടിയാണേ, കുടുക്ക പോലാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചുറ്റിച്ചെടുക്കുക എന്ന് പറയുന്നതും കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ആക്കിയ ശേഷം നമുക്കൊന്ന് മൂടി വെച്ച് കൊടുക്കാം. അപ്പോഴേക്ക് ഇളകി കിട്ടോ ഇല്ലയോ എന്നൊക്കെ എനിക്കൊരു പേടി ഉണ്ടായിരുന്നു കേട്ടോ. കാരണം കുറേ നാളായി എടുത്തിട്ട്. പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ബട്ടറൊക്കെ തേച്ച് വയ്ക്കലുണ്ട്. അതുകൊണ്ട് തന്നെ എളുപ്പം ഇളകി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പമൊക്കെ ചുടാൻ നിൽക്കുമ്പം കറക്റ്റായിട്ട് നമുക്ക് ഇളകി കിട്ടിയില്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ബുദ്ധിമുട്ട് തന്നെയാണ് അല്ലേ. അപ്പോൾ അപ്പം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത അപ്പം ഞാൻ കോരി ഒഴിച്ചിട്ട് ഒന്ന് ചുറ്റിച്ചു കൊടുക്കാമെന്ന് കരുതി കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ മാവ് കണ്ടില്ലേ നല്ല പതഞ്ഞിരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് മാവ് കോരി ഒഴിക്കുമ്പം മനസ്സിലാവും അപ്പം ശരിയാവോ ഇല്ലയോ എന്നുള്ളത്.
എന്നിട്ട് ഇതാ ഇതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കണം. ഞാൻ ചോദിച്ചില്ലല്ലോ, നിങ്ങൾക്ക് ഇതുപോലെ കാസ്റ്റ് അയണിലാണോ അതേ ഇരുമ്പ് ചട്ടിയിലാണോ അതല്ല മൺചട്ടിയിൽ അപ്പച്ചട്ടിയിലാണോ അപ്പം ഉണ്ടാക്കുന്നത് ഇഷ്ടം? അങ്ങനെയുള്ളവരൊന്ന് പറയട്ടെ നിങ്ങളുടെ ഇഷ്ടങ്ങൾ ഏതാണെന്നുള്ളത്. ഞാൻ മൺചട്ടിയിലും അപ്പം ഉണ്ടാക്കാറുണ്ട് കേട്ടോ. ഇനി എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു വീഡിയോയിൽ കാണിച്ചു തരാവേ. അങ്ങനെ ഇതാ നമ്മളുടെ മട്ടൻ കറിയും അപ്പവും റെഡിയായേ. ഇത് കണ്ട നമ്മുടെ റിച്ചു നമ്മളുടെ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് എനിക്ക് ഓർഡർ ചെയ്ത സൽവാറാണേ. പക്ഷെ ഇപ്പോഴാണ് കിട്ടിയത്. അപ്പോൾ അവൻ പറയുന്നുണ്ടായിരുന്നു 5-ാം തീയതിക്കുള്ളിൽ ഉമ്മാക്ക് കിട്ടുമെന്ന്. പക്ഷെ 5 പോയിട്ട് ഇതാ ഇപ്പോൾ എത്ര ദിവസം കഴിഞ്ഞിട്ടാണ് കിട്ടിയിരിക്കുന്നതെന്ന് നോക്കിയാൽ. ഞാനിതൊന്ന് തുറന്നു നോക്കട്ടെ. അപ്പം ഇതിൽ കുറേ കളേഴ്സ് ഉണ്ടായിരുന്നു കേട്ടാ. അപ്പം അവൻ പറഞ്ഞു ഉമ്മാക്ക് ഇഷ്ടമുള്ള കളർ എടുക്കുന്നു പറഞ്ഞു. എനിക്കിഷ്ടമുള്ള ആദ്യം ഒരു പീച്ചാണ് ഓർഡർ ചെയ്ത് പറഞ്ഞതേ. എന്നിട്ട് ഞാൻ പറഞ്ഞ് പിന്നെ നോക്കിയപ്പോൾ ഈ കളർ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു എന്നാ മോനെ ഈ കളർ മതി എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഇതാ ഈ ഒരു ലാവൻഡർ കളർ എടുത്തത്. ഇനി ഇട്ട് നോക്കുമ്പോൾ അറിയാം എന്താണ് സംഭവം എന്ന്. ഫുൾ സ്ലീവ് ഒക്കെ കണ്ടിട്ട് എടുത്തതാണ് കേട്ടാ. ഇട്ട് നോക്കട്ടെ എങ്ങനെയുണ്ട്, കൊള്ളാവോ? ഞാൻ ആദ്യം ഓർഡർ ചെയ്യാൻ പോയത് പീച്ചാണേ. പിന്നെ എനിക്കൊന്ന് ലാവൻഡർ ആയിരിക്കും കുറച്ചുകൂടി നല്ലതാണെന്ന് എഴുതി. അപ്പോൾ റിച്ചു പറഞ്ഞു 2 ഓർഡർ കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പം ഞാനിത് ഫേസ്ബുക്കിൽ കണ്ടപ്പോഴാണ് റിച്ചു പറഞ്ഞത് എനിക്ക് ഇഷ്ടമുള്ളത് ഓർഡർ കൊടുക്കാൻ പറഞ്ഞു വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് ആയിട്ട്. അങ്ങനെ ഞാൻ ഫേസ്ബുക്കിൽ കണ്ട ഇതാണ് റിച്ചുവിൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ സുലുവിൻ്റെ അടുത്ത് പറഞ്ഞപ്പോഴേക്ക് സുലു പറഞ്ഞ് ഉമ്മ ഈ പേരില്ലാത്ത സൈറ്റിലൊന്നും കയറി ഓർഡർ കൊടുക്കരുത്, പൈസ പോകാൻ അവസാനം തുണി കഷ്ണമായിരിക്കും വരുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ റിച്ച് പറഞ്ഞു ഇല്ല ഉമ്മ അങ്ങനെയൊന്നും ഇല്ല ഉമ്മ, ഉമ്മക്ക് ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ഞാൻ ഇപ്പോൾ ഓർഡർ കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പം തന്നെ അവൻ ഓർഡർ കൊടുത്താണേ. അപ്പോൾ സുലു ഇവിടെ വഴക്ക് പറയുന്നുണ്ട്, അറിയുന്ന സൈറ്റിൽ നിന്ന് മാത്രമേ വാങ്ങിക്കാവൂ, അല്ലെങ്കിൽ നമ്മൾ കബളിക്കപ്പെടും എന്നൊക്കെയാണ് പറയണത്. എന്തായാലും ഇതിപ്പം കബളിക്കപ്പെട്ടിട്ടില്ല, കാരണം സംഭവം എത്തിയിട്ടുണ്ട്. അപ്പം ഞാൻ റിച്ചുവിനും ഇതിൻ്റെ ഫോട്ടോയൊക്കെ അയച്ചു കൊടുത്തു. എങ്ങനെ ഇഷ്ടപ്പെട്ടാ? അപ്പം ഇഷ്ടപ്പെട്ടെങ്കിൽ പറയണം കേട്ടാ. അപ്പം ഇതിപ്പം ഉറപ്പായ സ്ഥിതിക്ക് ഇനിയിപ്പം 1 കൂടെ ഓർഡർ കൊടുക്കും. ഇതാ നല്ല രസമുണ്ട്. ഈ വർക്ക് കണ്ടിട്ടാണ് ഞാൻ ഇങ്ങനെ എടുത്തത് കേട്ടാ. ഇത് കണ്ട അടിപൊളി വർക്ക് കേട്ടാ. അതുപോലെ തന്നെ ഈ പലാസയുടെ അറ്റത്തുണ്ട്, പിന്നെ അതേ ദുപ്പട്ടയിലുണ്ട്. ഇപ്പം ഇതിപ്പം 1600 സംതിങ് ആണ് അവൻ കൊടുത്തത് കേട്ടാ. അപ്പം എനിക്ക് അതിനിത് നല്ല വർത്തായിട്ട് തോന്നുന്നുണ്ട്. ഇപ്പം നമ്മൾ മെറ്റീരിയൽ എടുത്ത് സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ പോലും ഇതിൽ കൂടുതലാവും സ്റ്റിച്ചിങ് ചാർജ്, മെറ്റീരിയലിൻ്റെ ചാർജ് എല്ലാം കൂടി നോക്കുമ്പോഴേക്ക് ഇത് സെറ്റാണല്ലോ. എന്തായാലും എനിക്കിഷ്ടപ്പെട്ട്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടാ. പക്കം കഴിഞ്ഞു വന്നു. ഗുഡ് ഗേൾ. തലയിലൊന്നും ആ ഭാരം അങ്ങ് ഇറങ്ങി കിട്ടിയില്ലേ അവളെ ചൂട്. സനക്കുട്ടി വാവേ മോള ആരാ മോളാ? സനക്കുട്ടി കണ്ടൂടാ ആരാ മോള? സനക്കുട്ടി ആരാ മോള? ഒന്നും പറയില്ല അല്ലേ? കഴിഞ്ഞ ഷൂട്ടിങ്ങിന്റെ പൈസ കൊടുത്തില്ല. ഹലോ. അങ്ങനെ കാപ്പിയുടിയൊക്കെ കഴിഞ്ഞിരിക്കുമ്പോഴേക്ക് പെസ്റ്റ് കൺട്രോളുകാരുടെ കോൾ വന്നിട്ടുണ്ടായിരുന്നു. അവരിപ്പോൾ അവിടെ എത്തുന്നേ. നമ്മളുടെ ഇവിടെ ഇപ്പോൾ കുറേ നാളായി, അതായത് സാബി മോള് പ്രഗ്നൻ്റ് ആയി വന്ന ശേഷം ഇതുവരെ നമ്മൾ പെസ്റ്റ് കൺട്രോൾ അടിച്ചിട്ടില്ല. അപ്പം അതിന് മുൻപുള്ള അത്രയും വർഷം വരെ നമ്മൾ 6 മാസം ഗ്യാപ്പിൽ ഈ പെസ്റ്റ് കൺട്രോളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ ഒരൊറ്റ എറുമ്പോ പല്ലിയോ പാറ്റിയോ ഒന്നും ഉണ്ടായിരുന്നില്ലേ. ഇപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉറുമ്പ് ഇഷ്ടമാതിരി ഉണ്ട്. അതുപോലെ തന്നെ ഈ സ്വിച്ച് ബോർഡിൻ്റെ ആ ഒരു ഇതിലില്ലേ, അതിലൊക്കെ നല്ലോണം എറുമ്പ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പം പിന്നെ മോളതാ ഞാനിപ്പം താഴേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പം ഞാനിങ്ങനെ നിയാസിനെ വിളിച്ച് പറഞ്ഞ് ഇവിടെ ഇത് ചെയ്യണമെന്ന്. അങ്ങനെ ഇപ്പം അവർ വന്നിരിക്കുകയാണ്. നിയാസെ ഇത് എന്തൊക്കെയാണ് കാരണം നമ്മളുടെ വീടിൻ്റെ തുടക്കം മുതൽ ഇവർ തന്നെയാണ് ചെയ്യണത് കേട്ടാ. നമ്മൾ ഇതിൽ എന്തൊക്കെയാണ് അതന്നെ നല്ല ഡിലേ ആയി. ഇവര് ചെയ്തോണ്ടിരുന്ന സമയത്ത് ഒന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്, അത്ര ക്ലീൻ ആയിരുന്നു കേട്ടാ. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല, ഇപ്പം പ്രാണികളൊക്കെ വന്നു തുടങ്ങി. അങ്ങനെയാണ് ഞാൻ വീണ്ടും പല്ലിയൊന്നും വരത്തില്ലായിരുന്നേ. ഇത് നോർമലി ഇത് സ്ക്രോളിംഗ് ഇൻസെക്ട് ആണ്. നമ്മളൊരു പീരിയോഡിക്കലി ചെയ്തു പോകണം. നമ്മൾ ആദ്യം വീട് വെച്ച സമയത്ത് ഒരു ട്രീറ്റ്മെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ആന്റി ടെർമൈറ്റ് ചെതലിന്റെ ട്രീറ്റ്മെന്റ് ആണ്. അപ്പൊ അതെന്ന് പറഞ്ഞാൽ നമുക്ക് 10 years വാറന്റി കിട്ടും. അത്യാവശ്യം ലൈഫ് ടൈം വാറന്റിയാണ്. അത് പീരിയോഡിക്കലി ചെയ്യേണ്ട ആവശ്യമില്ല. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ നോർമലി ഫുഡ് വേസ്റ്റ്, ഡ്രെയിനേജ് വേസ്റ്റ് അങ്ങനെ നമ്മൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളിൽ നിന്ന് വരുന്നതാണ്.
നോർമലി ഉറുമ്പും പാറ്റയൊക്കെ എല്ലാ വീട്ടിലും ഈ ഉണ്ടാകുന്നതാണ്. സ്വിച്ച് ബോർഡിൽ നിന്നൊക്കെ വരും അത് നമ്മളൊരു ഒരു പരിധി സമയം കഴിഞ്ഞാൽ സാധാരണ സ്വിച്ച് ബോർഡിന്റെ ഗ്യാപ്പ് ഉണ്ടല്ലോ, ഗ്യാപ്പിനകത്ത് കയറാനുള്ള സാധ്യത ഉണ്ട്. അപ്പൊ നമ്മളിത് ട്രീറ്റ് ചെയ്ത് പോയാലും ഒരു ഞാൻ ഇങ്ങനെ പിന്നെ ഇവരെ ഇപ്പൊ തന്നെ വിളിക്കാനുള്ള കാര്യം എന്ന് വെച്ചാൽ എന്റെ കിച്ചണിലുള്ള സ്വിച്ച് ബോർഡിന്റെ അവസാനം അത് മാറ്റി വെക്കേണ്ടി വന്നു. അതിനകത്ത് ഉറുമ്പ് വന്നിട്ട് നല്ലതുപോലെ ഉറുമ്പായി പോയായിരുന്നു. വേണമെങ്കിൽ നേരത്തെ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, കുറെ ഡിലേ ആയി, കുറച്ച് ഡിലേ. ഇതിപ്പോ നമ്മൾ ഇതിലെന്തൊക്കെയാണ് ചെയ്യണേ? ഇതിപ്പോ നമ്മള് 2 ടൈപ്സ് ഓഫ് കെമിക്കലാണ് യൂസ് ചെയ്യുന്നത്. വീടിനകത്ത് ഉപയോഗിക്കുന്ന കെമിക്കലും പുറത്തും രണ്ടാണ്. വീടിനകത്ത് ഉപയോഗിക്കുന്ന കെമിക്കൽ സ്മെല്ല് കാണത്തില്ല, സീറോ സ്മെല്ലാണ്. ഡെൽറ്റ മെത്തഡ് എന്ന് പറയും. WHO അപ്രൂവ് ചെയ്ത കെമിക്കലാണ്, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അപ്രൂവ് ചെയ്ത കെമിക്കലാണ്. ഹെൽത്തിന് യാതൊരുവിധ പ്രശ്നങ്ങളോ ഇല്ല. ഇത് മൈൽഡ് ആയിട്ടുള്ള ഇൻസെക്ട് ആണ്. അപ്പൊ അത്രയും ടോക്സിഡിറ്റി കുറഞ്ഞ സാധനം യൂസ് ചെയ്താൽ മതി. ഇതിനുള്ള ഉപയോഗം എന്ന് പറഞ്ഞാൽ വീടിനെ ഫുൾ ഏരിയ ട്രീറ്റ് ചെയ്തത് കൊണ്ട് നമുക്ക് റിസൾട്ട് കിട്ടുന്നതാണ്. ഇത് വരുന്ന മൂവ് ചെയ്ത് പോകുന്ന ഏരിയാസ്, ഹൈഡ് ചെയ്തിരിക്കുന്ന ഏരിയാസ്, ഇത് ഉണ്ടായി വരാൻ സാധ്യതയുള്ള എൻട്രി പോയിന്റ്സ്, ഇതൊക്കെ ട്രീറ്റ് ചെയ്ത് പോയാൽ പിന്നെ ഫ്യൂച്ചറിൽ ഫർദർ വേറെ പ്രശ്നം വരത്തില്ല. ഒരു പീരിയോഡിക്കൽ 4 മാസത്തിലൊക്കെ ചെയ്തു പോയാൽ വേറെ കംപ്ലൈന്റ് വരാൻ സാധ്യത ഒന്നുമില്ല. അതുപോലെ നമ്മൾ ഈ വീട് വെക്കുന്നവര് ശ്രദ്ധിക്കേണ്ട കാര്യണ്ടേ അല്ലെ, അത് ചെതല് വരാതിരിക്കാൻ വേണ്ടിട്ട് ആരെങ്കിലും ഒക്കെ വീട് വെക്കുകയാണെങ്കിൽ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോളൂ. അത് ഏത് സ്റ്റേജിലാണ് അത് നമ്മൾ സാധാരണ പ്രീ കൺസ്ട്രക്ഷനും പോസ്റ്റ് കൺസ്ട്രക്ഷനും ഉണ്ട്. നമ്മൾ വീട് വെച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് മെയിൻലി ഇത് ചെയ്യാനുള്ളത്. വീട് വയ്ക്കുന്ന സമയത്ത് നമ്മൾ ഗ്രൗണ്ട് ഫ്ലോർ കോൺക്രീറ്റ് PCC ചെയ്യുന്നതിന് തൊട്ട് മുന്നെയാണ് ഈ ട്രീറ്റ്മെന്റ് ചെയ്യേണ്ടത്. അത് മണ്ണിൽ നിന്നാണ് ചെതൽ ഉണ്ടായി വരുന്നത്, അതുകൊണ്ട് തന്നെ മണ്ണിലാണ് ട്രീറ്റ് ചെയ്യേണ്ടത്. മണ്ണിൽ ഒരടി ഗ്യാപ്പിൽ ഡ്രിൽ ചെയ്തിട്ടൊക്കെ ചെയ്യുന്ന ഒരു പ്രൊസീജിയറാണ്. അത് 10 years വാറണ്ടി കിട്ടും മാഡത്തിന്. ആ സ്റ്റേജ് വിട്ടാലാണ് മേഡം പറഞ്ഞ മാതിരി മേഡത്തിന്റെ വീട് ചെയ്ത് കോൺക്രീറ്റ് കഴിഞ്ഞ ഒരു സ്റ്റേജ് വിട്ടു എക്സിസ്റ്റിംഗ് ബിൽഡിംഗിൽ ചെയ്യുന്ന സമയത്ത്. അങ്ങനെ പറഞ്ഞ് ഗ്രൗണ്ട് ഫ്ലോറിൽ എത്തിയിട്ടുണ്ട്. അപ്പൊ ഇവര് മുകളിൽ, അതായത് ടെറസിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത് കേട്ടോ. അപ്പൊ ഇവരെപ്പോഴും പറയുന്നുണ്ട് മുകളിൽ നിന്ന് തന്നെയാണ് ഇതിങ്ങനെ അടിച്ചു വരുന്നതെന്ന്. കാരണം മുക്കിലും മൂലയിലും അതുപോലെ തന്നെ നമ്മളുടെ ബാത്റൂമിലായാലും എല്ലാ സ്ഥലത്ത്, അതായത് ഒരിടം ഒഴിച്ചിടാതെ എല്ലാ മുക്കും മൂലയിലും ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്യും കേട്ടോ. എങ്കിൽ മാത്രമേ ഇത് എഫക്റ്റീവ് ആവത്തുള്ളൂ. അപ്പം ഇവര് വരുന്നെന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഞാൻ മോളെ താഴേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾക്ക് ഇത് വീടിൻ്റെ അകത്തടിക്കുന്നതും പുറത്തടിക്കുന്ന സ്പ്രേ തമ്മിൽ വ്യത്യാസമുണ്ട് കേട്ടോ. അപ്പം ഇവർ വന്നപ്പോഴേക്ക് നിസാറിക്ക ഇല്ലായിരുന്നു. അതിനിടയിൽ ഇതായിപ്പോൾ നിസാറിക്ക അതാ എത്തിയിട്ടുണ്ട്. ഒരു ആവശ്യമായിട്ട് നിസാറിക്ക പുറത്തു പോയിരുന്ന ആ ഒരു സമയത്താണ് ഇവരിവിടെ എത്തിയിരുന്നത് കേട്ടോ. അപ്പോൾ പുറത്തടിക്കുന്നത് കുറച്ച് ഗാഢതയുള്ളതാണ്, അകത്തുള്ളത് അത്ര കുഴപ്പമില്ല. 3 മണിക്കൂർ കഴിഞ്ഞാൽ നമുക്ക് എല്ലാം ഉപയോഗിക്കുകയൊക്കെ ചെയ്യാം. അതുകൊണ്ട് തന്നെ ഞാൻ മോളെ തുടക്കവേ ഇവിടെ നിന്ന് മാറ്റിയായിരുന്നു. ഇപ്പം കുറേ നാളായില്ലേ ഇവിടെ അടിച്ചിട്ട് തന്നെ. അപ്പോൾ അതായത് ഞങ്ങളുടെ ഈ സ്വിച്ച് ബോർഡിലൊക്കെ ആണെങ്കിലും ഉറുമ്പ് വരുമായിരുന്നു കേട്ടോ. അതായിരുന്നു മെയിനായിട്ട് ഇവരെ ഇപ്പം വരുത്തിക്കാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറുമ്പൊക്കെ വന്നു കഴിഞ്ഞാൽ എനിക്ക് കിച്ചണിലെ ഒരു സ്വിച്ച് ബോർഡ് തന്നെ മാറ്റേണ്ടതായിട്ട് തന്നെ വന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇതാ കണ്ട ഓരോ സ്ഥലത്തും ഇങ്ങനെ അവരടിക്കുകയാണ്. പിന്നെ അത് കഴിഞ്ഞ ശേഷം പുറത്തടിക്കാനുള്ള ആ ഒരു മരുന്ന് ഇതിലേക്ക് മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അത് കുറച്ച് ഗാഢതയുള്ളതാണെന്ന് പറഞ്ഞു. അപ്പോൾ അതും ഇതുപോലെ തന്നെ വീടിൻ്റെ ചുവരോടുകൂടി ചേർന്ന് ഇതുപോലെ എല്ലായിടത്തും നല്ലതുപോലെ അടിക്കും. അതും നമ്മൾക്ക് വീടിൻ്റെ ചുറ്റുവട്ടത്തുള്ള എല്ലാ ചുവരിലും അതുപോലെ തന്നെ മതിലിൻ്റെ സൈഡിലും ഒക്കെ അടിക്കുന്നുണ്ട്. അപ്പോൾ ഇത് നല്ല എഫക്റ്റീവ് ആയതുകൊണ്ടാണ് ഞാൻ മാസ്ക് ഒക്കെ ഇട്ടിരിക്കുന്നത്. ഞാൻ നിസാറിക്കയും മാസ്ക് ഇട്ടിട്ടാണ് ഇവിടെ നിൽക്കുന്നത് കേട്ടോ. കാരണം ഇനി എന്തെങ്കിലും വരണ്ടെന്ന് വിചാരിച്ചിട്ടാണേ. അപ്പോൾ ഇതാ കണ്ടോ, ആ സൈഡും എല്ലാം നല്ലതുപോലെ അങ്ങ് അടിക്കും. അപ്പം ഇങ്ങനെയൊക്കെയുള്ള പ്രാണികളുടെ ശല്യമൊക്കെ ഇനിയിപ്പം കുറേ നാളത്തേക്ക് എന്തായാലും ഉണ്ടാവത്തില്ല. കാരണം മുൻപ് ഇവിടെ സ്ഥിരമായിട്ട് കറക്റ്റ് രീതിയിൽ ചെയ്തു വന്നുകൊണ്ടിരുന്നതാണ്, ഇടയ്ക്കൊന്ന് ബ്രേക്കായി പോയത്. അപ്പം ഇനിയിപ്പം സമാധാനമുണ്ട്. എനിക്കറിയാം നമ്മളിത് ചെയ്തിരുന്നത് കൊണ്ട് തന്നെ ഇതിൻ്റെ കാര്യങ്ങളെല്ലാം നമുക്കറിയാമല്ലോ. ഇനി അധികം ഇത് പ്രശ്നങ്ങൾ ഉണ്ടാവത്തില്ല എന്ന്. ഇപ്പം ഞങ്ങളുടെ സർവീസ് കഴിഞ്ഞു മാഡം. അപ്പൊ ഇത് പീരിയോഡിക്കലി 4 മാസത്തിലൊക്കെ ചെയ്യാനുള്ളതാണ്. നമ്മള് ചെയ്തോണ്ടിരുന്നല്ലേ, ഡിലേ ആവാതിരുന്നാല് കംപ്ലൈന്റ് അങ്ങനെ വേറെ പ്രശ്നം വരത്തില്ല. എങ്ങനെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റും. ഉറുമ്പും പാറ്റയും വേറെ പ്രശ്നമൊന്നും വരത്തില്ല. ഓക്കെ, ശരി, എന്തെങ്കിലും വിളിച്ചാൽ. ആയിക്കോട്ടെ.